വേദിയിൽ അന്ന് നടന്ന ഈ കാഴ്ചകൾ കൂടി കാണണം. പരസ്പരം പരിഹാസം ചൊരിയുന്നവരുടെ സ്നേഹപ്രകടനം. ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിന് കമ്പനി കൊടുത്തത് വിമർശിക്കുന്ന CPM-കാരുടെ MP ജോൺ ബ്രിട്ടാസ്. CPM-നെ പരിഹസിക്കുന്ന BJP-ക്കാരും രാജീവ് ചന്ദ്രശേഖറിന്റെ ശരീരഭാഷ കണ്ടാൽ മതി. സദസ്സിലിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിച്ച സമയത്താണ് വേദിയിലെ ഈ കാഴ്ച. ഒരുപാട് വെല്ലുവിളികളിലൂടെ കടന്നുപോയാണ് ഈ പദ്ധതി ഇന്നൊരു സ്വപ്ന യാഥാർത്ഥ്യമായി മാറി നിൽക്കുന്നതെന്ന് ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. വഖഫ് ബില്ല് പാസാക്കുന്ന സമയം രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ നടന്ന പോര് ഓർമ്മയില്ലേ? ഒരാളെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റുപറ്റി മലയാളിക്ക്. മിസ്റ്റർ ബ്രിട്ടാസ്, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. വിഴിഞ്ഞം തുറമുഖത്ത് ഒരേ വേദിയിൽ കണ്ടുമുട്ടിയപ്പോൾ അന്ന് നടന്ന സംഭവങ്ങൾ ഓർമ്മയില്ലാത്ത മട്ടിലായിരുന്നു രണ്ടുപേരും. വിജയഗാഥ അതിന്റെ തുടക്കം മാത്രം. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണ്. നേതാക്കളുടെ വാക്കുകൾ കേട്ട അണികൾ പരസ്പരം തമ്മിൽ തല്ലും. തമ്മിലടിക്കുന്നവർ തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യും. ജയ് വിളിക്കുന്നവർ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നല്ല